ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, അവർ എന്തുദ്ദേശത്തിലാണ് നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റായി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൺസ്, ദി വേൾഡ് കാർഡാണ്. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡക്കായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇവിടെ കണ്ടോ ഒരു 5 ഭയങ്കര നിരാശയിലാണ്. പിന്നെ വന്നിരിക്കുന്നത് കണ്ടോ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആൾക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാർഡ് കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജി ഉള്ളതായിട്ടും ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇതൊരു തേർഡ് പാർട്ടി കണക്ഷനുള്ള ഒരു ബന്ധം തന്നെയാണ്. ബ്ലാക്ക് മാജിക്കൽ എനർജിയുടെ അഭാവം ഇതിനകത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു നിങ്ങളുടെ വ്യക്തി ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ പല പല മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നു ചേരുന്നത്. പഴയ വ്യക്തിയല്ല, ആൾക്കൊരു കണ്ണ് കെട്ടിയൊരു അവസ്ഥ. ആൾ പഴയ ആളായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. ഇടയ്ക്ക് നിങ്ങളെ ഒരുപാട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെന്നുള്ളത് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. നിങ്ങളെ വേണം, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ മൈൻഡൊക്കെ മാറുന്ന വ്യക്തി കൂടിയാണ്. എപ്പോഴും അവരൊരുപോലെയല്ല. ഇടയ്ക്ക് നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ല, ഈ വ്യക്തി പല പല മുഖങ്ങളുള്ള ഒരു വ്യക്തിയുടെ എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരേണ്ട ചിന്താഗതിയായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. ആൾക്ക് നിങ്ങളെ വേണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണണം തോന്നും, നിങ്ങളെ വിളിക്കണം തോന്നും, പെട്ടെന്ന് വിളിക്കും. ചില നേരത്ത് ഒട്ടുമില്ല, അതൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കാം പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കണം എന്നുള്ള ഒരു മൈൻഡല്ല. പല പല മുഖങ്ങളുണ്ട് വ്യക്തിക്ക്. പക്ഷേ ആളൊരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആളുടെ സിറ്റുവേഷനിലൊക്കെ ഇവിടെ മെയിനായിട്ട് ആൾക്ക് ഒരു ദേഷ്യം കൂടുതലായിരിക്കാം. ചില സാഹചര്യത്തിൽ നിങ്ങൾ പഴയ വ്യക്തി ആയിരിക്കണം എന്നില്ല ഇപ്പോഴത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതാണ് കാണുന്നത്. പക്ഷെ നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളെ വേണം, നിങ്ങളെ എന്നും അവരുടെ കൂടെ ഉണ്ടാവണം. അവരുടെ ഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, അവർക്ക് നിങ്ങളെ വിട്ട് കളയാനാവില്ല. നിങ്ങളെന്നും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതാണ് അവരുടെ ഉദ്ദേശത്തിൽ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളെപ്പം അവരുടെ കൂടെ തന്നെ വേണം. എടുത്തുചാട്ടം കൂടുതലാണ് കേട്ടോ ഈ വ്യക്തിക്ക്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് എടുത്തു ചാടും. അങ്ങനെയുള്ളൊരു സ്വഭാവമായിട്ടാണ് കാണുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആൾക്ക് സങ്കടം വരും, നിരാശ തന്നെയാണ് കാണുന്നത്. ഭയങ്കര നിരാശ, അതൊക്കെയുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത്. കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ ആളിപ്പോൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക. ചില നേരത്ത് ഒത്തിരി സ്നേഹം കാണിക്കും, ചില നേരത്ത് അവർ ഒരുപാട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് ഇടയ്ക്കൊക്കെ ആ സ്നേഹം ഉണ്ടായിട്ടും അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു ഹസ്ബൻഡ് വൈഫായിട്ടാണ്. അത്രത്തോളം കെയറിങ് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊരു പാരൻസ് എങ്ങനെയായിരിക്കണം കുട്ടികളെ നോക്കുന്നത്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ നിങ്ങൾ നോക്കുന്നത് അല്ലേ. നിങ്ങൾ കൈവെള്ളയിൽ കൊണ്ടെടുക്കുന്ന പോലെ ഈ വ്യക്തി അതൊക്കെ ചിന്തിക്കുകയാണ്. നിങ്ങൾ അതുപോലെ കൊണ്ടെടുത്തിട്ടുണ്ടാവുക ഈ വ്യക്തിനെ. എത്രയൊക്കെ നിങ്ങൾ ഒരുപാട് ക്ഷമിക്കുന്നുണ്ടാവുക. ഈ വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അതിനേക്ക് ക്ഷമിച്ചു കൊടുത്ത് പലപ്പോഴും നിങ്ങൾ അത്രത്തോളം സപ്പോർട്ടാണ് ഈ വ്യക്തിക്കെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ അവർ നിങ്ങളെ
അവർക്കതൊക്കെ അറിയാം. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നിങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇതെന്നാണ് കാണുന്നത് കേട്ടോ. അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ കൈവെള്ളയിൽ എന്നും പിടിച്ചു നിർത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ. ഇതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം ഈ ഒരു സമയത്ത് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. ഇടയ്ക്ക് നിങ്ങളെ അങ്ങനെ തന്നെ കൺട്രോളും ചെയ്യുന്നുണ്ട് ഈ വ്യക്തി കേട്ടോ. ഇവിടെ ഹൈ പ്രീഷ്യസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഇത് കൂടാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ഒരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആൾ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണിത് കേട്ടോ. ആൾക്ക് ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെയുള്ള ബന്ധമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ആൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ആയി തീരണമെന്ന്. ഇവിടെ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിൽ ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ഇടയ്ക്ക് ഓവറായിട്ട് കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് ഒട്ടും ഇല്ല. അപ്പോൾ ഇതിലൊരു ബാലൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇനി അങ്ങനെ ആകാൻ പറ്റില്ല, ഇനി ഇതിലൊരു ബാലൻസ് കൊണ്ടുവരണം. ഈ വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഇടയ്ക്ക് ഓവറായിട്ട് സ്നേഹിക്കും നിങ്ങളെ, ഇടയ്ക്ക് ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലൊരു ബാലൻസ് വരുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഒരു ബ്രേക്കപ്പ് നടന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ അതിശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇതിനകത്ത് കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും ആവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭാവം നിങ്ങളെ വല്ലാതെ കാരണം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ ഇതിനകത്തൊരു ബ്ലാക്ക് മാജിക്കൽ എനർജി വന്നു പെട്ടതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു കണ്ണ് കെട്ടിയൊരവസ്ഥ. എത്രയൊക്കെ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടോ അതൊന്നും ചില നേരത്ത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല ആൾക്ക്. ഏതൊക്കെയോ രീതിയിൽ ആളിങ്ങനെ എല്ലാം ഒരു കണ്ണ് കെട്ടിയൊരവസ്ഥയാണ് ആൾ. അതാണ് നിങ്ങളുടെ ആ പഴയ ആളല്ല. ഇപ്പോൾ നിങ്ങൾ പല മുഖങ്ങളായിരിക്കും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കാണേണ്ടി വരുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതെന്താ ഇങ്ങനെ. ആദ്യത്തെ ഒരു വ്യക്തിയുടെ സ്വഭാവമായിരിക്കില്ല ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവാം. അപ്പോൾ ആൾക്ക് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളാണ്, മുമ്പിലൊക്കെ തടസ്സങ്ങളാണ്. നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ ആളെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ടെന്നാണ് മെയിനായിട്ട് കാണുന്നത്. അതിശക്തമായ തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ടാണ് ആളിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇടയ്ക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും, ഇടയ്ക്ക് ഒട്ടും സ്നേഹിക്കുന്നില്ല. ആൾക്ക് എന്തൊക്കെയോ തരത്തിൽ ആൾക്കൊരു ഭയം ഒക്കെയുള്ള വ്യക്തിയാണിത്. അതുപോലെ തന്നെ ആളാക്കി വെച്ചതായിട്ടും കാണുന്നുണ്ട്. ആളെ ശരിക്കും ഇതിനകത്ത് ഫാമിലി ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് എതിരെ ഈ വ്യക്തി ഈ ഒരു സ്നേഹബന്ധം അറിഞ്ഞത് കൊണ്ട് തന്നെ ഫാമിലി ചെയ്തു വെച്ചതാവാം. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തി ഇതിനകത്തുണ്ടാവാം. വേറൊരു വ്യക്തി ആയിരിക്കാം അത്. എങ്ങനെയായാലും തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അതാണ് ഈ വ്യക്തിക്കെതിരെ പ്രയോഗിച്ചതാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഒരുപാട് ചേഞ്ച് ആയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം. ഒരുപാട് മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ആളുടെ ഉള്ളിൽ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുമ്പോഴും ആൾക്കതറിയാം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു ബാലൻസ് വരുത്താൻ ഇപ്പോൾ ആൾ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലാക്ക് മാജിക്കൽ എനർജിയുടെ അഭാവം മൂലം അതിനൊക്കെ ഒരു തടസ്സമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്തുനിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ. അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അതൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തി ആ പഴയ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ യൂണിവേഴ്സിനോട്. അപ്പോൾ എല്ലാം ശരിയായി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. നവംബർ ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം. ജനുവരി മാസം ഗ്രീൻ കളർ 23 ലെറ്റർ O ആണ് വന്നിരിക്കുന്നത്. പൂയം നക്ഷത്രം, ടൈലറിങ്
തൃക്കേട്ട മാർച്ച് മാസം ഇടുക്കി, മലപ്പുറം സെപ്റ്റംബർ, പുണർത്തം നക്ഷത്രം, ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്. അനിഴം ലെറ്റർ ഡബ്ല്യു ആണ് വന്നിരിക്കുന്നത്. 21, 16, 41, 44, 48 പർപ്പിൾ കളർ. ഏപ്രിൽ 12, 27 റീയൂണിയൻ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. ലെറ്റർ ജെ, ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ വ്യക്തത ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്